എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് ഐശ്വര്യമായിട്ട് സ്വാഗതം. ഇന്ന് ഞാനൊരു പൊങ്കാല വിശേഷമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ക്ഷേത്രമാണ് നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള ശ്രീ പട്ടത്താനം മീനാക്ഷി അമ്മൻ കോവിൽ അഥവാ കൊച്ചമ്മൻ നട എന്നാണ് അറിയപ്പെടുന്നത്. ഈ അമ്പലത്തിലാണ് എൻ്റെ ഭർത്താവ് ശാന്തിയായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ അന്ന് ഉച്ചക്കൊടയും പൊങ്കാലൊക്കെയാണ് ഇവിടുത്തെ പ്രധാന പൊങ്കാല. അന്ന് ഭയങ്കര വെയിലത്താണ് പൊങ്കാല കേട്ടോ. അപ്പോൾ അത്രയും വെയിൽ കൊണ്ട് എനിക്ക് തലവേദനയൊക്കെ ഉള്ളൊരു ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമുക്ക് പൊങ്കാല ഇടാൻ പറ്റിയിട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ തുറക്കുന്നതിൻ്റെ അന്ന് പൊങ്കാല ഇടാമെന്ന് വെച്ചപ്പോൾ അന്നാണെങ്കിൽ എന്ത് ചെയ്യാനാ, ഭയങ്കര പനി, അന്ന് ഇടാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇന്നലെ ഏപ്രിൽ 1 തന്നെ നമ്മൾ വൈകുന്നേരം അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചു കേട്ടോ. അപ്പോൾ 3 ദിവസം നമ്മൾ വ്രതമൊക്കെ നിന്ന് വ്രതശുദ്ധിയോടുകൂടിയാണ് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചത്. പക്ഷേ ഏപ്രിൽ 1 എൻ്റെ പൊന്നെ കൊല്ലം ജില്ലയിൽ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വല്ലാത്ത മഴയായിരുന്നു. ഞാൻ ആകെ വിഷമിച്ചു. പക്ഷേ എന്തായാലും മംഗളകരമായ അമ്മയുടെ പൊങ്കാല ഇടാൻ സാധിച്ചു. ഇനി പൊങ്കാലയ്ക്ക് ശേഷമുള്ള വിശേഷമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മുടെ കലത്തിനെ പൊങ്കാല സ്ഥലത്തേക്ക് കൊണ്ടുപോയപ്പോൾ നല്ല വെള്ളി കുട്ടനായിട്ടിരുന്ന സുന്ദരനാണ് ഈ കലവേ. ഇനി ഇവൻ കരി പിടിച്ച് നല്ല അടിപൊളി കരിമാടി കുട്ടനായിട്ട് ഇരിപ്പുണ്ട്. ഇനിയാണ് ഇവനെ ഞാൻ നല്ല ആരോഗ്യത്തോടെ തേച്ച് മിനുക്കി സുന്ദരനാക്കാൻ പോവുകയാണ്. ആ ഒരു ടാസ്ക്കാണ് ഇന്ന് എനിക്കുള്ളത്. അപ്പോൾ പൊങ്കാല കഴിഞ്ഞ് വന്നാൽ നമുക്ക് പിറ്റേ ദിവസം ഇതാണ് ഏറ്റവും വലിയൊരു ജോലി, കലം തേച്ച് പഴയ രീതിയിലാക്കാം. എനിക്കാണെങ്കിൽ ഒരു തുള്ളി പോലും കരി പിടിച്ചിരിക്കുന്നത് ഇഷ്ടമുള്ള കാര്യമേ അല്ല. അത്രത്തോളം ഞാൻ ആരോഗ്യം എടുത്ത് വെളുപ്പിക്കും. അപ്പോൾ ഞാനിത് എന്തിട്ടാ തേക്കുന്നതെന്ന് നിങ്ങൾ ചോദിച്ചാൽ സബീന ഇട്ടാണ് തേക്കാറ് കേട്ടോ. വേറെ ഒന്നും ഉപയോഗിക്കാറില്ല. സബീനയും സ്ക്രബ്ബറും. അങ്ങനെ നമ്മൾ സബീന ഇട്ട് നല്ല രീതിയിൽ ആരോഗ്യം വേണം കേട്ടോ. നല്ല രീതിയിൽ ആരോഗ്യത്തോടെ ഉരച്ച് വേണം തേച്ചെടുക്കാൻ. അങ്ങനെ അവനെ ഞാൻ തേച്ച് ഉരച്ച് മിനുക്കി അവൻ്റെ പഴയ രൂപത്തിൽ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ കുളിപ്പിച്ചത് ആ വെയിലത്ത് ഉണങ്ങാൻ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഒരു കുഞ്ഞു വീഡിയോ. ഇനി അടുത്ത പൊങ്കാലയ്ക്ക് വീണ്ടും പോയി കരി പിടിക്കേണ്ടതന്നെ ഇരിക്കുന്നത് നോക്കി. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, ടാറ്റാ.